ഇപ്പം നമ്മുടെ അനുമോളും ജിസയിലും തമ്മിലുള്ള പ്രശ്നം ഭയങ്കര രൂക്ഷമായിട്ട് വരുവാണ് കേട്ടോ. ഇപ്പോൾ ഇവരിന്ന് ജയിൽ നോമിനേഷൻ ചെയ്യുന്ന സമയത്ത് അനുമോൾ സ്വാഭാവികമായിട്ടും നോമിനേറ്റ് ചെയ്തത് ജിസേലിനെയാണ്. കാരണമായിട്ട് പറഞ്ഞത് ജിസേൽ ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് ഇവിടുത്തെ റൂൾസ് എല്ലാം ബ്രേക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ തിരിച്ചും ജിസേൽ പറഞ്ഞത് അനുമോളെ തന്നെയാണ്. അതിന് കാരണമായിട്ട് ജിസേൽ പറയുന്നത് അനുമോളിങ്ങനെ എപ്പോഴും എൻ്റെ പ്രൈവസിയിൽ കൂടുതലായിട്ട് കയറി ഇടപെടുന്നു, എനിക്ക് വേണ്ടാത്ത കാര്യങ്ങളിൽ എൻ്റെ എല്ലാം ഇടപെടുന്നു, അങ്ങനെയുള്ള രീതി പറഞ്ഞിട്ടാണ് ജിസേൽ നമ്മുടെ അനുമോളെ നോമിനേറ്റ് ചെയ്തത്. അപ്പോൾ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോമിനേറ്റ് ചെയ്തു. ആ നോമിനേഷൻ കഴിഞ്ഞിട്ട് അവരവിടെ മാറിയിരിക്കുമ്പോഴത്തേനാണ് ജിസേൽ ഇതുപോലെ എല്ലാവരും ഇതിനെപ്പറ്റി ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ജിസേൽ പറയുന്നു അനുമോൾ എന്തോ ചപ്പാത്തിയോ റൊട്ടിയോ എന്തോ അടുക്കളയിൽ നിന്ന് മോഷ്ടിച്ചു, അത് മോഷ്ടിക്കുന്നത് ജിസേൽ അഭിനയിച്ച് കാണിക്കുകയൊക്കെ കൂടെ ചെയ്തു. അപ്പോൾ അനുമോൾ പറയുന്നു ഞാനത് ചെയ്തിട്ടില്ല എന്ന് പറയുന്നു. ശരിയാണ്, അനുമോൾ അത് ചെയ്തിട്ടുണ്ടാവില്ല, ചിലപ്പോൾ എടുത്ത് കഴിച്ചതായിരിക്കാം, അത് മോഷ്ടിച്ചതൊന്നും ആയിരിക്കില്ല, ഭക്ഷണം എടുത്ത് കഴിച്ചതായിരിക്കാം. എനിവേ അനുമോൾക്ക് അത് ഭയങ്കര സങ്കടമായി, ദേഷ്യമായി, അതവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറച്ചിലായി. പിന്നെ അനുമോൾ ഒരൊറ്റ കരച്ചിലായിരുന്നു അവിടെ ഇരുന്നിട്ട്, ഭയങ്കരമായിട്ട് അനുമോൾ അവിടെ ഇരുന്ന് കരഞ്ഞു. അപ്പോൾ എല്ലാവരും ബാക്കിയുള്ളവർ കുറച്ച് പേര് കേട്ടോ ഇരുന്ന് പറഞ്ഞത് അനുമോളുടെ ഡ്രാമയാണിത്, ആക്ച്വലായിട്ടുള്ള കരച്ചിലല്ല, കാര്യം കരയാൻ വേണ്ടി ഇവിടെ ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ എന്നുള്ള രീതിയിൽ. പക്ഷേ എന്തോ അനുമോൾക്കത് ചെയ്യാത്ത കാര്യം ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ വിഷമമായിട്ടായിരിക്കാം ചിലപ്പോൾ കരഞ്ഞത്, അത് നമുക്ക് പറയാൻ പറ്റില്ല. അതിനുശേഷം ഈ അനുമോളെ പുറത്താക്കാനുള്ള ചില പ്ലാനൊക്കെ അവിടെ നടക്കുന്നുണ്ടായിരുന്നു. കാര്യം നമ്മുടെ അപ്പാന് ശരത്ത്, അക്ബർ, ഇവരൊക്കെ അനുമോൾക്കെതിരാണ്. അപ്പോൾ ഇവർ ജിസേലിനെ കൂട്ടുപിടിച്ച് ജിസേലിനെ ഒന്ന് നൈസായിട്ട് ബാക്കിൽ നിന്ന് ഫോഴ്സ് ചെയ്യുന്നുണ്ട്, ഇതൊരു വലിയ പ്രശ്നമാക്കണം, അതായത് അനുമോൾ അടിക്കാൻ ചെന്നു, ഇങ്ങനത്തെ കാര്യം പറഞ്ഞ് അടിക്കാൻ ചെന്നു എന്നുള്ളത് വലിയൊരു പ്രശ്നമാക്കണം എന്നുള്ള രീതിയിൽ ഇവർ പുറകിൽ നിന്ന് ഫോഴ്സ് ചെയ്യുന്നുണ്ട്. അതാകുമ്പോൾ അനുമോൾ ആ രീതിയിൽ പുറത്താക്കാം. അനുമോൾ ഒരു സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ളൊരു കണ്ടസ്റ്റൻ്റാണ്.